ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ. അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ആൾ കേരള ട്രാവലിങ്ങിൻ്റെ 12ാം ദിവസമായിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയെന്ന് വെച്ചാൽ കോട്ടയത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ കോട്ടയത്തെ വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ തിരുവനന്തപുരം കഴിഞ്ഞ് ആലപ്പുഴ കഴിഞ്ഞ് നേരെ കോട്ടയത്ത് എത്തിക്കുകയാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ജസ്റ്റ് ഒരു പാലത്തിൻ്റെ ഡിഫറൻസ് ആണ് കോട്ടയത്തേക്കുള്ളത്. ആലപ്പുഴയിൽ കണ്ട സെയിം സാധനങ്ങൾ അതിൻ്റെ മറ്റൊരു സൈഡാണ് കോട്ടയം. പടിഞ്ഞാറ് വേമ്പനാട്ട് കായലും കുട്ടനാട്ടിലെ നെൽവയലുകളും ചേർന്ന അതിമനോഹരമായ ഒരു കൊച്ചു ജില്ലയാണ് കോട്ടയം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ജില്ല സ്ഥിതി ചെയ്യുന്നത്. മീനച്ചിൽ നദീതടത്തിലാണ് കോട്ടയം ജില്ല ഉള്ളത്. മിതമായ കാലാവസ്ഥയാണ് ഈ ഒരു ജില്ലയ്ക്കുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 155 കിലോമീറ്റർ വടക്ക് ഭാഗത്തേക്കായിട്ടാണ് നമ്മുടെ കോട്ടയം ജില്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാലം ആണ് നമ്മളെ ആലപ്പുഴ കോട്ടയത്തെ വിഭജിക്കുന്ന ഒരു പാലം. അപ്പോൾ ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് കോട്ടയം ജില്ലയിലാണ്. ദീപിക, മലയാള മനോരമ, മംഗളം തുടങ്ങിയ മലയാളത്തിലെ ആദ്യ ദിനപത്രങ്ങളിൽ പലതും ആരംഭിക്കുകയും കോട്ടയത്തെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ കോട്ടയത്തെ അക്ഷരങ്ങളുടെ നഗരം എന്നൊരു പേര് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെ ചെറിയൊരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ ഇവിടെ ഒന്ന് സൈഡാക്കിയ സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. കാരണം നമ്മൾ നേരെ ഓട്ടോറിക്ഷ നമ്മൾ ഈ കാറ് എടുക്കുന്ന ഭാഗത്തായിരുന്നു നിർത്തിയത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പോലീസ് വണ്ടിയും കൊണ്ട് നിർത്തി. അവർ നമ്മളെ പെട്രോളിങ്ങിന് നിർത്തിയതായിരുന്നു. എന്തായാലും നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് പാർക്കിങ്ങിലേക്ക് ഇറക്കിയിട്ട് കൊടുത്ത് അവരവരുടെ ജോലി നോക്കി, നമ്മൾ നമ്മളെ കാര്യം നോക്കി. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു സ്പോട്ടാണ്, പെട്ടെന്ന് വന്ന ഒരു ഇതാണ്. അധികം ആളുകളൊന്നും അങ്ങനെ വരുന്നൊരു ഏരിയ അല്ല. എന്നാൽ ഇപ്പോൾ ചില ആളുകളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസം സ്പോട്ടാണ്. അപ്പോൾ ആരെങ്കിലും ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കൂടി ഒന്ന് ഇറങ്ങുക. ജസ്റ്റ് ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമുക്ക് പോവാം.
അപ്പോൾ ഗൈസ് നമ്മൾ പാലൊക്കെ ഇറങ്ങി കുറച്ചങ്ങോട്ട് വന്നാൽ നമുക്ക് ഇവിടെ അങ്ങനെ ഒരു സ്പോട്ട് കാണാം. നമ്മളെ ഹൗസ് ബോട്ടുകൾ ഒരുപാട് ഈ ഒരു ഏരിയയിൽ നിർത്തിയിരുന്നുണ്ട്. ചെറിയൊരു ടൂറിസം പ്ലേസ് ആണ്. നമ്മുടെ പുന്നമടക്കായലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്നത്. ആലപ്പുഴയിൽ നിന്ന് ബോട്ട് കയറിയാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കോട്ടയം ജില്ലയിലെ ഈ ഒരു ഏരിയയിൽ നമുക്ക് വേമ്പനാട്ട് കായലിൽ വന്ന് ഇറങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ കണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബോട്ട് അതിലൂടെ അങ്ങനെ പാസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു ഈ ബോട്ടിൽ എങ്ങനെയാണ് കയറാൻ, എത്ര പൈസ ഒക്കെ ആവുമോ കൂടുതലാവുമോ. അപ്പോൾ നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് ഹൗസ് ബോട്ടിലും മറ്റു കാര്യങ്ങളിലൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്, നമ്മളെ സർക്കാരിൻ്റെ തന്നെയാണ്. അത് കേരള സർക്കാരിൻ്റെ ചെറിയൊരു സർവീസാണ്. നമുക്ക് സാധാ KSRTC ബസ്സിലൊക്കെ പോകുന്ന പോലെ നമുക്ക് കായലിലൂടെ ഈ ഒരു സംഭവത്തിൽ പോകാൻ പറ്റും. ഒരു 3/4 മണിക്കൂറോളം യാത്ര ഉണ്ട് നമുക്ക് ആ കായലിൽ ഈ ബോട്ടിൽ ഇരുന്നിട്ടുള്ള യാത്ര. ഇതിൽ ബൈക്കും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കയറ്റാൻ പറ്റും. അതുപോലെ യാത്രകൾക്കും ഏറ്റവും മനോഹരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ ജങ്കാറിലൊക്കെ കയറ്റുന്ന പോലെ എല്ലാ വണ്ടികളും കയറ്റാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് ബൈക്ക് കാര്യങ്ങളൊക്കെ കയറ്റാൻ പറ്റും. അതിനുള്ള എൻട്രൻസേ ഉള്ളൂ, ചെറിയ ഡോറേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ആളുകൾ കൊള്ളും. ബൈക്ക് അത്യാവശ്യം കുറച്ച് കയറാനും പറ്റും. അപ്പോൾ അതിലേക്ക് കൂടി പോകാനുള്ള റേറ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് വളരെ ചീപ്പ് റേറ്റ് ആണ്. നമ്മളെ ഹൗസ് ബോട്ട് നമ്മളവിടെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഏകദേശം 5,000 മുതൽ അങ്ങോട്ട് മേലേക്കാണ് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് അത്രയും സെറ്റപ്പ് അല്ല, നമുക്ക് ജസ്റ്റ് ഒരു യാത്ര എന്നുള്ള രീതിയിലാണ്. ഇതിന് നമുക്ക് ആകെ വരുന്ന പൈസ എന്ന് പറയുന്നത് ഇക്കരെ നിന്ന് അക്കരെ പോകാൻ 16 രൂപയാണ്. ജസ്റ്റ് 16 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഈ ബോട്ടിൽ ഒരു 1/4 മണിക്കൂറോളം യാത്ര ചെയ്യാൻ പറ്റും അല്ലേ? 3/4 മണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റും. അതിമനോഹരമായ കായലും ഇതൊക്കെ നല്ല രീതിയിൽ കാണാനും പറ്റും. അത്യാവശ്യം സ്പീഡ് കുറഞ്ഞ് നോർമൽ ലെവലിൽ ഇങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ ഇവിടെ നിന്ന് കയറിയ കോട്ടയം ജില്ലയിൽ നിന്ന് കയറിയാൽ നമ്മൾ നേരെ ഇറക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഒരു ജില്ല തന്നെ നമുക്ക് ഈ ഒരു 16 രൂപക്ക് കടന്ന് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഇതുപോലത്തെ ഹൗസ് ബോട്ടുകൾ സൈഡിലൂടെ മറ്റും പോകുന്നതൊക്കെ കാണാം. അതും കണ്ട് ആസ്വദിച്ചിട്ട് ഈ ഒരു യാത്ര നമുക്ക് അതിമനോഹരമാക്കാൻ പറ്റും.
അപ്പോൾ നമ്മൾ അക്കരെ എത്തി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഈ ഒരു ബോട്ട് തന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ടും സർവീസ് ഉണ്ട്. ഇതേ ചാർജ് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ എത്തി അതേപോലെ നമ്മളെ വണ്ടി സൈഡിലായ കാരണം നമ്മൾ ഇങ്ങോട്ടും അതിലൊരു യാത്ര കൂടെ ഒരു സവാരി കൂടെ നമ്മൾ നടത്തി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സ്പോട്ട് തിരക്കി പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ ഈ ഒരു 3 ജില്ലകളിലും നമുക്ക് ഏകദേശം ഒരേ കാര്യങ്ങളാണ് കാണാനുള്ളത്. കൂടുതൽ കടൽ, കായൽ, പുഴ അങ്ങനെ ഏകദേശം ഒരേ സാമ്യതയുള്ള ഒരു 3 ജില്ലകളാണ് ഈ ഒരു കൊല്ലം, കോട്ടയം, ആലപ്പുഴ ഉള്ളത്. അപ്പോൾ ഇതിൽ 3 സ്ഥലത്തും പോകണമെന്ന് നിർബന്ധമില്ലാത്തവർ ഏതെങ്കിലും ഒരു ജില്ല കണ്ടാലും ഈ 3 കണ്ടതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ എടാ അങ്ങനെ പോയിട്ട് കാര്യമുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ടല്ലേ? നമ്മൾ ഈ ഒരു പാടം ഈ ഒരു ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടിട്ട് നമ്മൾ വിശപ്പിൻ്റെ കാര്യം പറ്റാൻ മറന്നു വരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കണ്ട ഒരു ചെറിയൊരു ഹോട്ടൽ, ചെറുതാണെങ്കിലും അവിടുത്തെ സെറ്റപ്പ് ഭയങ്കരമാണ്. നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ വണ്ടി നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് നമ്മുടെ ടയർ പഞ്ചറായ പോലെ ഒരു തോന്നൽ നമുക്കുണ്ടായി. അങ്ങനെ ടയർ കട അന്വേഷിച്ച് വന്നപ്പോഴാണ് നമ്മൾ ആ ഹോട്ടലൊക്കെ കണ്ട് കയറിയത്. അല്ല മോനേജ് എന്തായി നോക്കിയിരിക്കണത്? എടാ ആണ്ടും കോട്ടയം അല്ല ഇങ്ങോട്ടും കോട്ടയം. അപ്പോൾ ഞാൻ ആ കൺഫ്യൂഷൻ. പിന്നെ എന്താ ചെയ്യാ? 2 സൈഡും കോട്ടയം. അപ്പോൾ കേരളത്തിൽ 2 കോട്ടയം ഉണ്ടാ? എല്ലടാ അത് കണ്ടില്ല, ഈ ബോർഡ് കണ്ടില്ല നിങ്ങൾ? ആടാ, ഒന്ന് 4 കിലോമീറ്റർ, ഒന്ന് 5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ ഏതാ സത്യത്തിൽ കോട്ടയം ഏതാ? സംഭവം രണ്ടും ഒരു സ്ഥലത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ടാവുക. ഇടത് പോയാലും വലത് പോയാലും രണ്ടും കോട്ടയത്തേക്ക് തന്നെയാണ്. പക്ഷെ രണ്ട് റൂട്ടാണ്. അങ്ങനെ പോയി നമ്മൾ ഗൈസ് നമ്മൾ കോട്ടയം ടൗണിൽ എത്തിയിട്ടുണ്ട്. കോട്ടയം ടൗൺ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു സ്പോട്ടൊന്നും കാണിക്കാനൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ടൗൺ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. നമുക്ക് ഇവിടെ ഒരു ടൂറിസം സ്പോട്ട് പോലെ കാണിക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞല്ലോ, കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ കൂടുതലും കായലുകളും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൗണിൽ നിന്ന് നമ്മളിനി വീണ്ടും തിരിച്ച് പോവുകയാണ്. നമ്മൾ നെക്സ്റ്റ് ജില്ല ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയിലാണ്. അതുവഴി പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മളിനി കാണിക്കുന്നു. അപ്പോൾ കോട്ടയത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം വേറൊരു ജില്ലയുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് അടിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൽ പരമാവധി ലൈക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും വണക്കം.